കേട്ടിരിക്കുകയാണ് സി എം. എന്നിട്ട് ഞാൻ കൈ നീട്ടി ഇങ്ങനെ ആ സംസാരത്തിനിടയിൽ ശശി ഇരിക്കുന്ന ആ ക്യാബിന് അപ്പുറത്താണ്. ഇതിന് മുഴുവൻ കാരണക്കാരൻ അവനാണ് സി എം ഇനിയും അവനെ വിശ്വസിക്കാൻ ഞാൻ പറയാണ്. ഇതെല്ലാം ഈ മനുഷ്യൻ വളരെ എന്താ പറയുക സൗഹൃദം കേട്ടിരിക്കുകയാണ്. അപ്പോഴേക്കും എന്താ എനിക്ക് തൊണ്ടയിടറി, എനിക്ക് പിന്നെ സംസാരിക്കാൻ കഴിയാതായി, കണ്ണെന്ന് വെള്ളം വന്നു. കാരണം ഞാൻ അങ്ങനെ ഒരു ഫീലിങ്ങിന് അങ്ങനെയല്ലേ നമ്മളിത് ധരിച്ചു വെച്ചത്. ഈ 8 വർഷം ആ മനുഷ്യനെ സ്നേഹിച്ചത്. അദ്ദേഹം ഒരു തികഞ്ഞ സെക്യുലറിസ്റ്റും ഏറ്റവും നല്ല എന്താ ഒരു കമ്മ്യൂണിസ്റ്റും ഒരു അഴിമതിയും തൊട്ട് തീണ്ടാത്തൊരു മനുഷ്യനുമാണ് എന്ന ഉറച്ച വിശ്വാസത്തിൽ എൻ്റെ പിതാവിനെ പോലെ ഞാൻ സ്നേഹിച്ചൊരു മനുഷ്യനാണ്. സ്വാഭാവികമാണ് നമ്മൾ ഹൃദയം പൊട്ടിപ്പോവും. ഞാൻ കരഞ്ഞു അവിടുന്ന്. അപ്പോൾ പിന്നെ എനിക്ക് രണ്ടാമത് തിരിച്ചു വരാൻ കുറച്ച് സമയമെടുത്തു. 3-4 മിനിറ്റ് ഞാൻ ഇരുന്നു. കാരണം എനിക്ക് എൻ്റെ കണ്ണ് നനഞ്ഞ അപ്പം ചോരക്കട്ടയാവും എൻ്റെ കണ്ണ്. പുറത്ത് ആളുകൾ നിൽക്കുകയാണ്. എനിക്ക് സി എമ്മിൻ്റെ ക്യാബിൽ നിന്ന് പുറത്ത് കിടക്കാൻ മാർഗ്ഗമില്ല. അവിടെ ഇരുന്ന് ഞാൻ കണ്ണൊക്കെ തുടച്ച് ഒന്ന് ശാന്തമായി ഒരു 3 മിനിറ്റ് എടുത്തിട്ടുണ്ടാവും. അതിനുശേഷം ഞാൻ പറഞ്ഞു സി എമ്മിനോട്, സി എമ്മേ, ഈ അജിത് കുമാർ ഈ അന്വേഷണത്തിലുണ്ടായാൽ ഈ കേസിൽ വലിയ പ്രയാസം വരും സി എമ്മേ, അയാളൊന്ന് മാറ്റി നിർത്തിക്കൂടെ? അതൊരു ഒരു ബുദ്ധിമുട്ടാണല്ലോ. അയാളുടെ സ്വഭാവം ഇപ്പം ഈ വായിച്ചപ്പോൾ തന്നെ സി എമ്മിന് മനസ്സിലായതല്ലേ എന്ന്. അപ്പോൾ സി എം എന്നോട് പറഞ്ഞു അതിന് DGP ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു DGP ആൾ സാധുവല്ലേ സി എമ്മേ, ഇത് എവിടെയെങ്കിലും എത്തുമോ? അപ്പോൾ സി എം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ എന്താ വിചാരിക്കുന്നത്, ഇയാൾ വളരെ എന്താ പറയുക സത്യസന്ധമായിട്ടുള്ള സ്റ്റാൻഡാണ്. അപ്പോൾ ഞാൻ അവിടുന്ന് ഇറങ്ങുമ്പോൾ ഞാൻ സി എമ്മിനോട് ചോദിച്ചു, സി എമ്മെ പുറത്ത് പത്രക്കാരുണ്ട്, ഞാൻ ഇന്നലെ മുതൽ അവരെ കണ്ടിട്ടില്ല, ഇറങ്ങിയാൽ അവരോട് എന്തെങ്കിലും പറയേണ്ടി വരും, അപ്പോൾ എന്താ ചെയ്യാന്ന് ചോദിച്ചു. അതിനെന്താ നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ സൂക്ഷിച്ച് പറയണമെന്നും കൂടി പറഞ്ഞില്ല, അല്ലെങ്കിൽ ഒന്ന് കരുതി പറയണമെന്ന് പറഞ്ഞില്ല. അപ്പോൾ എന്താ, അപ്പം എനിക്ക് വീണ്ടും ആവേശമായി. കാരണം സി എം അത്രയും സപ്പോർട്ടല്ലേ. അങ്ങനെ ഞാൻ വരുന്നു, പിറ്റേന്ന് പത്രസമ്മേളനം നടത്തുന്നു. അല്ല, അന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ മുങ്ങി എലി പൂച്ച എന്നൊക്കെ പറഞ്ഞ സമയം. അപ്പോൾ ഞാൻ ശാന്തമായിരുന്നു സത്യത്തിൽ. കാരണം സി എമ്മിൻ്റെ ആ പെരുമാറ്റത്തിൽ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേന്ന് മാഷെ കാണുന്നു. മാഷെ കണ്ട് ഇറങ്ങിയപ്പോൾ ഞാൻ കുറച്ച് രൂക്ഷമായി സംസാരിച്ചു. അത് നിങ്ങൾ എലി പൂച്ച പട്ടി എന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു ആക്ഷനാണ് സത്യത്തിൽ എന്ന് വന്നത്. മാഷിക്ക് പോയി കണ്ട് പ്രസ്ഥാനം നടത്തിയെന്ന് പറഞ്ഞതല്ല, അതൊരു വാസ്തവ. ദയവായി നിങ്ങളത് മനസ്സിലാക്കുക. അത് കഴിഞ്ഞ് ഞാൻ പോരുന്നു. ഞാൻ ഇടവണ്ണ രാത്രി 10 മണി 9 മണിക്ക് എത്തുമ്പോൾ വിവരം വരുന്നു, എന്താണ് സുജിത്താസിനെ സസ്പെൻഡ് ചെയ്തു. ആഹാ, PV അൻവർ സിന്ദാബാദ്. ഞാൻ തന്നെ വിളിക്കുക, PV അൻവർ സിന്ദാബാദ്. അങ്ങനെ പോകുന്നു, വീട്ടിൽ പോയി കിടന്നുറങ്ങുന്നു. അതിൻ്റെ പിറ്റേന്ന് അപ്പോഴേക്ക് പാർട്ടി ലീഡേഴ്സ് വിളിക്കുന്നു. ഇപ്പോൾ കണ്ടില്ലേ, സ്ട്രോങ് ആയ ആക്ഷനാണ്. അപ്പോൾ എനിക്ക് തോന്നി സ്ട്രോങ് ആയ ആക്ഷനാണ്. അത് കഴിഞ്ഞ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾ ആരോ വിളിച്ച് ചോദിച്ചു സന്തോഷമായോ? നമ്മൾ സന്തോഷമായിട്ടില്ല, ആശ്വാസമായി എന്ന് പറഞ്ഞു. എനിക്ക് അപ്പോഴും സന്തോഷമായിട്ടില്ല. എനിക്കെന്തോ ഒരു സാധനം അപ്പോഴും എൻ്റെ എപ്പോഴും ഇങ്ങനെ കിടന്നിട്ട് മാന്തുന്നുണ്ട്. എനിക്കത് മനസ്സിലാവണം എന്താണ്. അത് കഴിഞ്ഞ് 2-ാമത്തെ ദിവസം എന്തായി, ഈ ശശിധരൻ മലപ്പുറം SP മാറ്റുന്നു, 3-4-5 DSPമാരെ മാറ്റുന്നു. ഈ PV അൻവറിൻ്റെ ശേഷി കേരളത്തിലെ പോലീസ് ഭരിക്കുന്നത് PV അൻവർ സിന്ദാബാദ്. ഇതാണ് ഇവിടെ പറഞ്ഞിരുന്നത്. അപ്പോഴും എനിക്കിത് ഉള്ളിൽ തട്ടണില്ല. എനിക്ക് സംവെയർ ഈസ് റോങ്. അപ്പോൾ ഞാനിങ്ങനെ ഒബ്സർവ് ചെയ്യും. അപ്പോഴേക്ക് ഞാൻ തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്ക് എന്തുവാന്ന് IG വരുന്നു, 9 മണിക്കൂർ മൊഴിയെടുക്കുന്നു, വിശാലമായി കാര്യങ്ങൾ കേൾക്കുന്നു, ഇതെല്ലാം നടക്കുന്നു. ഈ പറഞ്ഞ പോലെ ഈ 3 ആക്ഷൻ നടക്കുന്നു, DSPമാരെ മാറ്റുന്നു. അതിനിടയിൽ എനിക്ക് ഫോൺ വരുന്നു, മലപ്പുറത്തെ SP-ൻ്റെ ഏതെങ്കിലും പേരുണ്ടെങ്കിൽ പറയണം. എന്തോ പടച്ചോൻ്റെ ഇതിന് എനിക്ക് തോന്നി ഒരു പേര് പറയണ്ടെന്ന്. ഞാൻ പറഞ്ഞു അത് നല്ല ആരെങ്കിലും വെച്ചോന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ അൻവർ വലുതാവില്ലേ നിങ്ങളെ കണക്കിൽ. പക്ഷേ എൻ്റെ 6th സെൻസ് വർക്ക് ചെയ്യുന്ന വേറെ വഴിക്കാം. എന്തുകൊണ്ട് ഇത്ര വലിയൊരു ആക്ഷൻ? അപ്പം എൻ്റെ കണ്ണ് മുഴുവൻ കേസന്വേഷണത്തേക്കാണ് പോകുന്നത്. അപ്പം ഇങ്ങനെ അങ്ങോട്ട് ചെയ്ത് ഞാൻ ഹാപ്പി ആവുമല്ലോ. കാറിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ സഖാക്കൾ, ഓ എന്തൊക്കെ ഭയങ്കര സ്വാധീനമാണ്, പത്രക്കാരും ആയശൊക്കെ. കാര്യം എന്തായാലും അൻവർക്ക് ആ സംഗതി ഉഷാറായല്ലോ, ഇങ്ങനെ വരുമല്ലോ. അപ്പം ഞാൻ അങ്ങനെ കയറുമല്ലോ, ഇതാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഞാൻ കയറിയില്ല, ഞാൻ എങ്ങോട്ടും കയറിയില്ല. എനിക്കിതെല്ലാം കൂടെ ഒരു പിടി കിട്ടണില്ല. ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഒരു മാറ്റം വരുമോ? ഞാൻ ഭയങ്കര ഒബ്സർവേഷനിലാണ്. ഞാൻ കേസ് പരിശോധിച്ച് നോക്കുമ്പം കേസന്വേഷണം നടന്ന് നീങ്ങുന്നില്ല. അപ്പോൾ അറിഞ്ഞു ഇങ്ങനെ ഈ എന്താ പറയുക മരമുറി. അപ്പോൾ ഈ മരം എടുത്ത ഈ സാധുവിനെ 10-70 വയസ്സിലെ കുഞ്ഞാമാക്കുക വേറെ ആളെ വിട്ടിയാണ്. അയാളെ ഫോണിൽ നിന്ന് എന്നെ വിളിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, പൊന്നാര മനെ നിങ്ങൾ പറയുന്നതൊക്കെ ഫോണിലൊക്കെ TV-ലൊക്കെ കാണുന്നുണ്ട്, ഏതായാലും കാക്കാൻ്റെ കുട്ടി ശ്രദ്ധിക്കണം കേട്ടോ, ഇതൊന്നും ഒരു നല്ല കോലത്തിലല്ലേ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ കുഞ്ഞാമാക്ക് വെച്ചിട്ട് അല്ല ഇങ്ങനെ വന്ന് 2 ദിവസം ആരൊക്കെ വന്ന് സ്പെഷ്യൽ ബ്രാഞ്ചാണ് SSP ആണെന്നൊക്കെ പറഞ്ഞു. എൻ്റെ അടുത്ത് സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് പോയി SP ഓഫീസിലേക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞു. 9 മണിക്ക് ഞാൻ ചെന്നു. ഉച്ച വരെ അവിടെ ഇരുന്നു. നിങ്ങൾ ചോർന്ന് വന്നോളി പറഞ്ഞു. ചോർന്ന് വന്നു. 4 മണിക്ക് സ്റ്റേറ്റ്മെൻ്റ് എടുത്ത്. അപ്പോൾ ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ മൂപ്പർക്ക് അറിവില്ല എന്ന് ഓർമ്മയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഒരു ഫോട്ടോ കാണിച്ച് ഈ മരക്കുറ്റി പറഞ്ഞു, എനിക്ക് പറ്റില്ല ആ വിഷയം പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഈ അന്വേഷണങ്ങൾ സംശയാസ്പദമായി.
അപ്പം എനിക്ക് മനസ്സിലായി ഇതെന്നെ എന്നെ സൈസാക്കാനുള്ള പോക്കാണ് ഈ പോകുന്നത്. അപ്പം എന്നെ ബന്ധപ്പെടുന്ന നേതാക്കന്മാർ പിന്നെയും പറയും, എന്ത് പത്രസമ്മേളനം നിർത്തിയെന്ന്, നിങ്ങൾ പറഞ്ഞൊക്കെ നടന്നില്ലേന്ന്, പത്രസമ്മേളനം നിർത്തി ഇങ്ങനെ പറയും. അപ്പം ഇത് എനിക്ക് മനസ്സിലായപ്പോഴാണ് ഞാൻ ഇത്ര ശക്തമായി പ്രഷർ ഇട്ടുകൊണ്ട് പത്രസമ്മേളനം നടത്തിയത്. ഇതിലൊരു കള്ളനുണ്ടെങ്കിൽ ആ കള്ളൻ പുറത്തു ചാടണം. എനിക്ക് ഈ പറയുന്ന കുറേ DYSPമാരെയും SP-മാരെയും മറ്റവൻ്റെ കാലിൽ തൂങ്ങാനില്ലായിരുന്നോ സുജിത്ദാസ്? ഇതെല്ലാം കൂടെ എനിക്ക് ഭയങ്കര സ്വാധീനമില്ലേ? എനിക്കിങ്ങനെ ആഘോഷിച്ച് മരിച്ചൂടെ? ഞാൻ അപ്പോൾ ഈ പാവപ്പെട്ട സഖാക്കളെ കുറിച്ച് ആലോചിച്ച് ഇതിലൊരു കള്ളക്കളി ഉണ്ടല്ലോ, എനിക്ക് സുഖമായിരുന്നു. എനിക്കിപ്പോൾ ഈ ദുരന്തങ്ങളൊക്കെ പാടെ ഏറ്റെടുക്കേണ്ട കാര്യമില്ല. ഞാൻ അപ്പോഴും പാർട്ടിയെ ആലോചിച്ച്, ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ആലോചിച്ചത്, ഈ പോലീസിൻ്റെ കള്ളക്കളിയെ കുറിച്ച് ആലോചിച്ചത്. ഞാൻ തൃപ്തനായില്ല. അപ്പോഴും എൻ്റെ ഉപബോധ മനസ്സെന്നോട് മന്ത്രിച്ചുകൊണ്ടിരിക്കുക പ്രശ്നങ്ങളുണ്ടെന്ന്. അതിലാണ് നിരന്തരമായി ഞാൻ പത്രസമ്മേളനം നടത്തിയത്. ആ പൂച്ച ഛർദിച്ചോ? ഇത് നിങ്ങൾ കേട്ടില്ലേ? എന്തായി? ഈ കാര്യങ്ങൾ ഉന്നയിച്ച PV Anwar ഇനി PV Anwar നിലക്ക് നിർത്താൻ യാതൊരു മാർഗമില്ല. അതിനുള്ള വേറെ കാര്യം കേട്ടോ.